പണ്ട് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളെ പോയും സ്കൂളിൽ പോകാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയായിരുന്നു. അങ്ങനെ അവന് സ്കൂളിൽ ചെല്ലാൻ സമയമായപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അവനെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി. അങ്ങനെ കുറച്ച് ദിവസം അവന് കൂട്ടുകാരായിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ അധ്യാപകർ അവനെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ നിനക്കൊരു കത്ത് തരാം, നീ നിൻ്റെ ഉമ്മാക്ക് മുമ്പിൽ കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ആ കുട്ടി സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു കത്ത് വാങ്ങിയിട്ട് ഉമ്മാക്ക് മുമ്പിൽ കൊടുത്തു. ഉമ്മ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു കത്ത് വാങ്ങി. ആദ്യമായിട്ടാണ് ഒരു കത്ത് വെക്കുന്നത്. അപ്പം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തൻ്റെ കുട്ടിയെക്കുറിച്ച് എഴുതിയ അതിമനോഹരമായിട്ടുള്ള വാക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മ ആ ഒരു കടലാസ് പേപ്പർ തുറന്ന് വായിക്കാൻ തുടങ്ങി. ആദ്യം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ അക്ഷരങ്ങളും വായിച്ച ആ ഉമ്മ അവസാനത്തേക്കത്തെ സമയത്ത് സന്തോഷങ്ങൾ പതിയെ മങ്ങി അവസാനം ആ ഒരു വാക്കുകളുടെ അവസാനത്തെ സമയത്ത് ആ ഉമ്മയുടെ കണ്ണിന്ന് കണ്ണുനീര് വരികയാണ് ഉണ്ടായത്. അത് കണ്ടപ്പോൾ കുട്ടിക്കും സങ്കടമായി. അപ്പോൾ കുട്ടി ഉമ്മയോട് ചോദിച്ചു, എന്തിനാണ് ഉമ്മകൾ ഇങ്ങനെ കരയുന്നത് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഈ കത്തിൽ എഴുതിയിട്ടുള്ളത് നീ നല്ല മിടുക്കനായിട്ടുള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ നിന്നെ ഇതിനെക്കാട്ടിലും ഈ സ്കൂളിനെക്കാട്ടിലും നല്ല എഡ്യൂക്കേഷൻ കിട്ടണം, സ്കൂളിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കണം എന്നാണ് എഴുതിയെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിക്കും സന്തോഷമായി. അങ്ങനെ ഉമ്മ പറഞ്ഞു, ഞാൻ നിന്നെ വീട്ടിലിരുന്ന് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഉമ്മ ജോലിക്ക് പോകുന്ന ആളാണ്. ഉമ്മ ജോലിക്ക് പോകുമ്പോൾ കുട്ടി വീട്ടിൽ വെറുതെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം കുട്ടി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുട്ടിക്ക് കിട്ടുന്ന സാധനം ഉപയോഗിച്ച് ചെറിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഉമ്മ ആ ഒരു കഴിവിനെ മനസ്സിലാക്കിയിട്ട് ആ ഉമ്മ ആ കുട്ടിക്ക് വീണ്ടും കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി അവസാനം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം അദ്ദേഹം വളർന്ന് വലുതായിട്ട് പിൽക്കാലത്ത് ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ പേരാണ് തോമസ് ആൽവാ എഡിസൺ. അദ്ദേഹം അതിനുശേഷം ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മായുടെ റൂം വൃത്തിയാക്കുന്ന സമയത്താണ് ഉമ്മാക്ക് പങ്കുകൊടുത്ത ഒരു കത്ത് അദ്ദേഹം വായിക്കുന്നത്. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്, ഈ കുട്ടി പഠിക്കാൻ വളരെ മോശമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഉമ്മ വായിച്ചു കൊടുത്തത് മറ്റൊരു രീതിയിലാണ്. അപ്പം ഓരോ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടികളെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെയാണ് നിങ്ങൾക്ക് തിരിച്ചും സ്നേഹം കിട്ടുക എന്നതാണ്. നമ്മൾ ഒരിക്കലും നീ മറ്റുള്ളവരെ കണ്ടു പഠിക്കുക, ഇവരെ കണ്ടു പഠിക്കുക എന്നല്ല പറയേണ്ടത്. നീ നിൻ്റെ കഴിവിനെ എത്രത്തോളം മനോഹരാക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ട് നീ ശ്രമിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിലേക്ക് പറക്കാനുള്ള നല്ലൊരു അവസരമാണ്, നല്ലൊരു സ്ഥാപനമാണ് ഈ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഓരോ കുട്ടിക്കും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങളെ നശിപ്പിക്കുന്നില്ല അല്ലേ? നിങ്ങളെല്ലാവരും ഇനിയും ഒരുപാട് പരിപാടികൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ചെറിയ ഒരു സന്ദേശം മാത്രം, ഞാൻ എവിടെ പോയാലും സന്ദേശം കൊടുക്കാറുണ്ട്. നമ്മുടെ പ്രസിഡൻ്റ് വരെ ഇരിക്കുന്നുണ്ട്. ഞാൻ പ്രസിഡൻറ്റിൻ്റെ കൂടെ രാവിലെ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എൻ്റെ കൂട്ടുകാരുടെ കലോത്സവത്തിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ പോയപ്പോഴും ഞാൻ ഈ സന്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സന്ദേശം ഇവിടെ കൂടി തരട്ടെ. എല്ലാവർക്കും സന്ദേശം ഇഷ്ടമാണോ? ആണോ? എന്നാൽ എല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവച്ചാ. എല്ലാവരും നെഞ്ചിൽ കൈവച്ചോ? എന്നിട്ട് ഞാൻ പറയും പോലെ പറയണോ? അറിയാണോ? ആണോ? നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല ചിന്ത, നല്ല വാക്ക്,
നല്ല പ്രവൃത്തി, നല്ല കേരളീയൻ, നല്ല കേരളീയൻ. ഇതെന്താ കലിമ്പോയാ? നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല കുട്ടികൾ, നല്ല മാതാപിതാക്കൾ, നല്ല അധ്യാപകർ, നല്ല പൗരൻ, നല്ല പൗരൻ. ഈ ഉമ്മമാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് വയസ്സായില്ല, ഞങ്ങൾക്ക് സൗണ്ടില്ല അല്ലേ? നല്ല പൗരൻ, നല്ല പൗരൻ. എത്ര നല്ല വാക്കാണ്ടല്ലേ? നമുക്ക് നല്ല ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല വാക്ക് പറയുന്നത്. നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാൻ തോന്നുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിജയങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്.